മെക്മാർക്കിൻ്റെ 3HP ഓയിൽ പ്രസ് മെഷീനിൽ വെളിച്ചെണ്ണ ഉണ്ടാക്കുന്നതും അതുപോലെ തന്നെ സൺഫ്ലവർ ഓയിൽ ഉണ്ടാക്കുന്നതാണ് കാണിക്കാൻ പോകുന്നത്. നമുക്ക് ഈ ഒരു മെഷീൻ ഉപയോഗിച്ച് വളരെ സിമ്പിളായിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ഓയിൽ പ്രൊഡക്ഷൻ ചെയ്യാം. ആ ഒരു വീഡിയോ ആണ് നമ്മൾ കാണിക്കുന്നത്. ആദ്യം തന്നെ എന്ത് ചെയ്യുക, മെഷീൻ്റെ പവർ സ്വിച്ച് ഓൺ ചെയ്യാം. അതിനുശേഷം ഹീറ്റർ പ്രീ ഹീറ്റിംഗ് സിസ്റ്റം അത് ഓൺ ചെയ്യാം. അതിനുശേഷം നമുക്ക് മോട്ടർ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓയിൽ പ്രൊഡക്ഷൻ ചെയ്യുന്നത് കാണാം. ഇപ്പോൾ ഇതാ മോട്ടർ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. ഈ മെഷീൻ്റെ മെയിൻ പ്രത്യേകത യൂസർ ഫ്രണ്ട്ലി ആണ്, ആർക്കും സിമ്പിളായിട്ട് ചെയ്യാം. അപ്പോൾ അതാ നമ്മൾ ഓൺ ചെയ്തേ ഉള്ളൂ. സഡൻ അതേ സമയം തന്നെ എന്ത് ചെയ്ത് നമുക്ക് ഓയിൽ വന്നു ഒരു സൈഡിലൂടെ, ഈ സൈഡിലൂടെ ഇപ്പോൾ എന്ത് ചെയ്യും, അതിൻ്റെ കേക്കും വന്നു തുടങ്ങും. വേസ്റ്റ് ഈ സൈഡിലൂടെ വരും. അത് വേസ്റ്റിക്ക് തോന്നുന്നത് നമ്മൾ നേരത്തെ യൂസ് ചെയ്താണോ? അത് നേരത്തെ യൂസ് ചെയ്താണ്. പിണ്ണാക്ക് എന്നൊക്കെ പറയണേ സംഭവം. ഇത് പേപ്പർ പോലെയാണല്ലേ? അതെ, ഫുൾ പേപ്പറായിട്ട് നമുക്ക് മോയ്സ്റ്റ് കണ്ടന്റ്, ഇതിൽ ഓയിൽ കണ്ടന്റ് ഒട്ടും ബാക്കിയില്ലാതാണ് വരുന്നത്. ഇത് കണ്ടാ അറിയാം, നമുക്ക് ഇതിൽ ഒരു പെർസെന്റേജ് കൂടി എന്ത് ചെയ്യില്ല, ഓയിൽ ബാക്കിയാണ്. അതെ, ഫുൾ പ്രസ്, അത്രക്കും ഞാനോ രീതിയിൽ പേപ്പർ രൂപത്തിൽ പ്രസ് ചെയ്തിട്ടാണ് ഇത് പുറത്തേക്ക് വരുന്നത്. നമുക്ക് മാക്സിമം ഓയിൽ പെർസെൻറ്റേജ് കിട്ടുകയും ചെയ്യും. ഓയിലിന് ചൂടും കുറവായിരിക്കും. വലിയ എക്സ്പ്രലറിൽ ചെയ്യുന്നതിലും നമുക്ക് ഓയിലിന് ഹീറ്റ് കുറവായിരിക്കും. സിമ്പിൾ പ്രോസസ്സാണ്, നമുക്ക് ആർക്കും ചെയ്യാൻ പറ്റിയ ഒരു സിമ്പിൾ പ്രോസസ്സാണ്. അതായത് ചെറിയ ഒരു സംരംഭം തുടക്കുന്നവർക്ക്, സ്ത്രീകളാണെങ്കിലും റിട്ടയർമെൻറ്റ് ആൾക്കാരാണെങ്കിലും ഒക്കെ എന്ത് ചെയ്യാം, വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു സംവിധാനമാണ്. നമുക്ക് ഇതിൻ്റെ സെയിം മോഡൽ തന്നെ സൺഫ്ലവർ എടുക്കുന്നത് നോക്കാം. സെയിം മെഷീൻ തന്നെയാണ്. അപ്പം ഇതേ രൂപത്തിൽ സൺഫ്ലവർ ആണ് ഇപ്പോൾ ഇതിന് മുകളിൽ നമ്മൾ ഇട്ടിട്ടുള്ളത്. അതെ, സൺഫ്ലവർ സീഡാണ് അതിൽ ചെയ്തത്. നമ്മൾ പിന്നെ ആദ്യം അതിൻ്റെ എന്ത് ചെയ്യുക, മെഷീൻ്റെ പവർ ഓൺ ചെയ്തു, പിന്നെ ഹീറ്റർ ഓൺ ചെയ്തു. അടുത്തായിട്ട് എന്ത് ചെയ്യാം, ഹീറ്റർ ഇവിടെ ഓൺ ആകുന്നത് കാണാം. ഹീറ്റർ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ അടുത്തായിട്ട് നമുക്ക് ഇതിൻ്റെ മോട്ടർ ഫോർവേഡിലേക്ക് സ്റ്റാർട്ടാക്കാം. ഒരു മണിക്കൂറിൽ ഏകദേശം 25 to 30 കിലോ സീഡ് നമുക്ക് ഓയിൽ എടുക്കാൻ പറ്റും ഈ ഒരു മെഷീനിൽ. ഇത് 3HP ഓയിൽ പ്രസ് മെഷീനാണ്. 2 മെഷീൻ അവൈലബിൾ ആണ്. ഇത് നമുക്ക് 3 ഫേസ് മെഷീനാണ്. ഇത് അതുപോലെ തന്നെ സിംഗിൾ ഫേസ് ആണ്. രണ്ടിന് മെഷീൻ്റെ വർക്കിംഗ് എല്ലാം സെയിം തന്നെ. നമുക്ക് സിംഗിൾ ഫേസിലും എല്ലാ സീഡ്സിൻ്റെ ഓയിൽ എടുക്കാം, അതുപോലെ തന്നെ 3 ഫേസിലും എല്ലാ സീഡ്സിൻ്റെ ഓയിൽ എടുക്കാൻ പറ്റും. ഇതിപ്പോൾ നമ്മൾ മെഷീൻ ഓൺ ചെയ്തു. ഇനി നമുക്ക് ഫീഡ് കൊടുക്കുകയാണ്. ഫീഡ് കൊടുക്കാൻ ഈ ഒരു ഇത് മാറ്റി കഴിഞ്ഞാൽ കാണാം, ഉള്ളിലേക്ക് ഫീഡാവുന്നത് കാണാം. ഫീഡ് ഇറങ്ങുന്നത്. അതെ അതെ. ഇനി നമുക്ക് ഓയിൽ വരുന്നത് കാണാം. സൗണ്ട് വളരെ കുറവാണല്ലേ? അല്ല, സൗണ്ട് വളരെ കുറവാണ്. ജസ്റ്റ് ആ മോട്ടോർ വർക്ക് ചെയ്യുന്ന സൗണ്ട് മാത്രമേ ഉണ്ടാവുള്ളൂ. വലിയൊരു സൗണ്ട് എന്ന് പറയാതെ സൗണ്ട് ഒന്നുമില്ല. ഇല്ല. അതെ അതെ. ഇപ്പോൾ ഓയിൽ വന്നു. ഇപ്പോൾ ഈ സൈഡിലൂടെ ഇതിൻ്റെ കേക്ക് പുറത്തേക്ക് വരുന്നുണ്ട്. ഈ ഒരു രീതിയിലാണല്ലോ വരുന്നത്. അതെ അതെ. ഓയിൽ വന്നു തുടങ്ങിട്ടാ. അപ്പൊ ഈ ഒരു മെഷീന് മാത്രം ഉണ്ടായത് കൊണ്ട് നമുക്ക് ഈ ഒരു സംരംഭം ഫുള്ളായിട്ട് വർക്കൗട്ട് ചെയ്യാൻ പറ്റുമോ? നമുക്ക് ഇതുപോലെ ഒരു ഓയിൽ യൂണിറ്റ് സംരംഭം തുടങ്ങാനാണെങ്കിൽ ഒന്ന് മെയിനായിട്ട് കേരളത്തിലാകുമ്പോൾ നമുക്ക് കൊപ്രയാണ് മെയിനായിട്ട് ചെയ്യാനുണ്ടാകുക. കൊപ്രയ്ക്ക് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു മെഷീനാണ് 3HP ഓയിൽ പ്രസ് മെഷീൻ. നമ്മളെ ഈ മെഷീൻ ഇതാണ് ഞങ്ങൾ ഒരു ബാച്ചിൽ ഏകദേശം 30-40 മെഷീനോളാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. അപ്പം നമ്മൾ 8 വർഷമായിട്ട് ഈ ഫീൽഡിലുണ്ട്. അതായത് എല്ലാം നമ്മൾ ഇവിടെ തന്നെയാണ്, എല്ലാം മാനുഫാക്ചർ ചെയ്യുന്നത് ഇവിടെയാണ്. ഫുൾ A to Z കാര്യങ്ങൾ. അതെ അതെ അതെ. ഓക്കെ. അപ്പം ഈ ഒരു മെഷീനാണ് കൊപ്ര ഓയിൽ എടുക്കാൻ വേണ്ടി, കോക്കനട്ട് ഓയിലിന് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു മെഷീൻ ഈ ഒരു മെഷീനാണ്. ചെറിയൊരു സംരംഭങ്ങൾക്ക്. വലിയ മെഷീൻ വേറെ ഉണ്ട്. അപ്പം നമുക്കൊരു ഇതുപോലത്തെ സംരംഭത്തിന് വേണ്ടത് ഒരു 3HP ഓയിൽ പ്രസ് മെഷീന്, അതുപോലെ തന്നെ ഒരു ഇലക്ട്രിക് ഡ്രയർ, അതുപോലെ തന്നെ ഒരു കപ്ര കട്ടർ. ഈ ഒരു 3 മെഷീൻ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഓയിൽ യൂണിറ്റ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതായത് കൊപ്പ കട്ടർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു സൈസിലേക്ക് ആക്കണല്ലേ? അതെ. എന്നാൽ മാത്രമാണ് നമുക്ക് കറക്റ്റ് ആയിട്ട് ഇതിലേക്ക് ഈ ഒരു സൈസിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ ഓക്കെ ഓക്കെ. നമ്മളിത് കോഴിക്കോട് ജില്ലയിൽ ഓമശ്ശേരിയാണ് നമ്മളെ കമ്പനി ഫാക്ടറി ഉള്ളത്. നമുക്ക് ഷോറൂമായിട്ട് ചാലക്കുടി ഉണ്ട്. മെഷീന് വാറണ്ടി വരുന്നത് 1 year ആണ്. അതുപോലെ തന്നെ നമ്മളെ സർവീസ് മറ്റ് സപ്പോർട്ടെല്ലാം മെഷീൻ എത്ര കാലം നിങ്ങൾ ഉപയോഗിക്കണമെന്നോ അത്രയും കാലം നമ്മളെ സർവീസ് സപ്പോർട്ട് ഉണ്ട്. ലോങ് ടൈം സർവീസ് സപ്പോർട്ട് ഉണ്ട്. അതായത് നമുക്ക് ഓൾ കേരള സർവീസ് നെറ്റ്വർക്കും ഉണ്ട്. നമുക്ക് ചാലക്കുടി ഭാഗത്ത് ഒരു ഷോറൂം, അതുപോലെ തന്നെ ഒരു സർവീസ് സെൻറ്റർ അവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് അതുപോലെ തന്നെ എറണാകുളം, ആലപ്പുഴ, പിന്നെ കൊല്ലം, തിരുവനന്തപുരം ആ ഭാഗത്തുള്ള എല്ലാ കസ്റ്റമർക്കും എന്താണ് നമുക്ക് ചാലക്കുടി നിന്നാണ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ കോഴിക്കോട്, മലപ്പുറം,
തൃശ്ശൂർ പിന്നെ കണ്ണൂർ ഭാഗത്തേക്കുള്ളതൊക്കെ കോഴിക്കോട് നിന്നാണ് നമ്മൾ സർവീസ് കൊടുക്കുന്നത്. സാധാരണ യൂണിറ്റിൽ അറിയുമ്പം പിന്നെ ഒരു 5 മണിക്കൂർ അല്ലെങ്കിൽ 6 മണിക്കൂറാണ് വർക്ക് ചെയ്യുന്നത് നമ്മൾ കൊടുത്ത പൊതുവെ യൂണിറ്റുകളിൽ. നമുക്ക് ഈ ഒരു മണിക്കൂർ മാക്സിമം ഒരു 7 മണിക്കൂർ 8 മണിക്കൂർ വരെ കണ്ടിന്യൂ പ്രവർത്തിക്കൊണ്ട് യാതൊരു പ്രശ്നമില്ല. ഈ മെഷീനിൽ നമ്മൾ പ്രത്യേകിച്ച് ഇതിൻ്റെ ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള ഗിയർ ബോക്സാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ മോട്ടർ ഉപയോഗിക്കുന്ന ഹാവൽസ് ബ്രാൻഡിൻ്റെ മോട്ടറാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ഗിയർ ബോക്സ് അതുപോലെ തന്നെ മോട്ടറൊന്നും ഇതുപോലെ കണ്ടിന്യൂ ഒരു 8 മണിക്കൂർ വരെ പ്രവർത്തിക്കൊണ്ട് യാതൊരു തകരാറും വരുന്നില്ല, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, നമുക്ക് എന്തൊക്കെ തരം ഓയിലുകൾ നമുക്ക് ഈ മെഷീൻ ഉപയോഗിച്ചെടുക്കാൻ പറ്റും? ഇതിൽ നമുക്ക് സൺഫ്ലവർ എടുക്കാം, കൊപ്ര ഉപയോഗിച്ചിട്ട് പിന്നെ കോക്കനട്ട് ഓയിൽ എടുക്കാം, അതുപോലെ തന്നെ കടുകെണ്ണ എടുക്കാം, എള്ളെണ്ണ എടുക്കാം, കടലെണ്ണ എടുക്കാം. അതുപോലെ ഒരു വിധപ്പെട്ട എല്ലാ ഓയിൽ സീഡ്സിൻ്റെ എന്ത് ചെയ്യാം ഓയിൽ നമുക്ക് ഈ ഒരു മെഷീൻ ഉപയോഗിച്ച് ഒറ്റ മെഷീൻ ഉപയോഗിച്ചിട്ട് തന്നെ ചെയ്യാൻ പറ്റും. നമുക്ക് ഏത് ഓയിൽ മാറ്റി മാറ്റി എടുക്കാം കേട്ടോ. ഇതിൽ നമുക്ക് മറ്റ് വലിയ മെഷീനൊക്കെ ആണെങ്കിൽ ഒരു ഓയിൽ എടുത്ത് അടുത്ത ഓയിൽ എടുക്കണമെങ്കിൽ ഇത് ക്ലീൻ ചെയ്യാൻ വലിയ പാടുള്ള കാര്യമാണ്. പക്ഷേ ഈ മെഷീൻ അങ്ങനെയല്ല, വളരെ സിമ്പിളായിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ഈ ഒരു പോർഷൻ എന്ത് ചെയ്യാം ഇതുപോലെ ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് അതിൻ്റെ സ്പിൻഡിൽ ഊരിയെടുത്ത് അടുത്ത ഓയിലിന് വേണ്ടിയിട്ട് വാഷ് ചെയ്ത് അവിടെ തന്നെ ഒരു മിനിറ്റ് കൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യാം അത് ഊരിയെടുത്ത് വാഷ് ചെയ്ത് നമുക്ക് അടുത്ത ഓയിൽ എടുക്കാൻ പറ്റും. ഏത് തുടക്കക്കാരനും സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. അതിൻ്റെ യാതൊരു ടേസ്റ്റും ഉള്ളിലേക്ക് മിക്സ് ആവുന്നില്ല. എന്നുവെച്ചാൽ ഇത് തുടക്കക്കാർ നമുക്കിപ്പോൾ പുതിയ യൂണിറ്റ് എടുക്കുന്നവർക്ക് നമുക്ക് കമ്പനി തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, അതിന് ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അവരെ സൈറ്റിൽ പോയിട്ട് എന്ത് ചെയ്യും, ഇവിടുന്ന് സ്റ്റാഫ് പോയിട്ട് അവർക്ക് ഇത് എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നുള്ള എല്ലാ മെഷീൻസിൻ്റെ ട്രെയിനിങ് നമ്മൾ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇത് നമ്മൾ സൺഫ്ലവർ ഓയിലാണ് എടുക്കുന്നത്. നമ്മൾ കടയിൽ വാങ്ങുന്ന സൺഫ്ലവർ ഓയിലും ഈ ഓയിലും ഒത്തിരി വ്യത്യാസമുണ്ട്. നമുക്ക് ഈ ഒരു ഓയിൽ സൺഫ്ലവർ ഓയിൽ എടുത്ത ഉടനെ ഇതുപോലെ ഉണ്ടാകുക, സീഡിൻ്റെ കളർ എന്താണോ അത് തന്നെ ഉണ്ടാകുക, ബ്ലാക്ക് കളറ്. നമുക്കിത് ഏകദേശം തെളിഞ്ഞ് വരുമ്പോൾ ഈ ഒരു കളറിലേക്ക് മാറും, ഇത് ക്ലിയർ ആയിട്ട് വരുമ്പോൾ. അപ്പോൾ ഇത് ശരിക്കും കടയിൽ നിന്ന് വാങ്ങാൻ പറഞ്ഞാൽ അത് റിഫൈൻഡ് ഓയിലാണ്. ഇതാണ് ശരിക്കും പ്യുവർ ആണല്ലേ, ജെന്യുവിൻ ആയിട്ടുള്ള റിസൾട്ട് ആണ് നമുക്ക് ഇവിടെ കൺമുന്നിൽ കാണാൻ കിട്ടുന്നത് കേട്ടോ. അതെ, ഇതുപോലത്തെ ഓയിൽ നമുക്ക് എന്ത് ചെയ്യാം പ്രൊഡക്ഷൻ ചെയ്ത് വിൽപ്പന നടത്താൻ പറ്റും. ഈ സീഡെല്ലാം നമുക്ക് ഗുണ്ടിൽപേട്ട അതുപോലെ തന്നെ മൈസൂരെല്ലാം പോയാൽ വളരെ ചീപ്പ് റേറ്റിന് ഹോൾസെയിൽ റേറ്റിൽ നമുക്ക് അവൈലബിൾ ആണ്. ഇപ്പോൾ തന്നെ മാർക്കറ്റ് റേറ്റ് നമുക്കൊരു 67 രൂപ 70 റുപ്യക്ക് നമുക്ക് എന്ത് ചെയ്യും സീഡ് കിട്ടും. നമുക്ക് എന്ത് ചെയ്യാം വെളിച്ചെണ്ണയാട്ടിലും വെളിച്ചെണ്ണൻ്റെ പകുതി റേറ്റിന് നമുക്ക് ഈ സൺഫ്ലവർ നമുക്ക് വിൽപ്പന നടത്താൻ പറ്റും. അതായത് നമ്മളെ വീട്ടിലൊക്കെ നമുക്ക് തുടങ്ങാൻ പറ്റിയ ഒരു അടിപൊളി സംരംഭമാണ് ഇത്. ഇത് ഓയിൽ എടുക്കാൻ വളരെ സിമ്പിളാണ്. സൺഫ്ലവർ ഓയിൽ ജസ്റ്റ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ഫീഡായിക്കോളും. ഫീഡായിട്ട് ഓയിൽ ഇവിടെ വരും, അതിൻ്റെ കേക്ക് വേസ്റ്റ് അപ്പുറത്ത് പോകും. നമുക്ക് ഓയിൽ എന്ത് ചെയ്യുക 2 ദിവസം വെച്ച് കഴിഞ്ഞാൽ പ്യുവർ ഇതുപോലത്തെ ക്ലിയർ ഓയിൽ സൺഫ്ലവർ ഓയിലായി മാറി. ഒറിജിനൽ ഓയിൽ നമുക്ക് ലൈവായിട്ട് ആൾക്കാരുടെ മുന്നിൽ എന്ത് ചെയ്യാം നമുക്ക് പ്രൊഡക്ഷൻ ചെയ്ത് വിൽപ്പന നടത്താൻ പറ്റും. റെഡി സ്റ്റോക്ക് എപ്പോഴും ഉണ്ടാവും നമ്മുടെ കയ്യിൽ? ഞങ്ങളുടെ റെഡി സ്റ്റോക്ക് ഉണ്ടാവാറുണ്ട്, പക്ഷേ ചില സമയത്ത് ഇല്ലാതെ നിൽക്കും. അപ്പോൾ നമുക്ക് ഇങ്ങനെ പ്രൊഡക്ഷനിൽ കണ്ടിന്യൂ ലൈനിൽ എന്ത് ചെയ്യാൻ പ്രൊഡക്ഷൻ ഉള്ളതാണ്. ഇപ്പോൾ ഇതെല്ലാം ഇപ്പോൾ കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ ഇന്നും നാളെ ആയിട്ട് നമുക്ക് ഏകദേശം കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന വർക്കാണ്. അപ്പോൾ നമുക്ക് അവിടെ എന്ത് ചെയ്യുന്നുണ്ട് പ്രൊഡക്ഷനിൽ അടുത്ത ബാക്കിയുള്ള മെഷീൻസ് എന്ത് ചെയ്യുന്നുണ്ട് പ്രൊഡക്ഷൻ ഇങ്ങനെ കണ്ടിന്യൂ. ഇത് നമുക്ക് എപ്പോഴും ഇങ്ങനെ ഒരു കണ്ടിന്യൂ ആയിട്ട് പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പോൾ കസ്റ്റമർ ഓർഡർ ചെയ്ത് കഴിഞ്ഞാലും റെഡി സ്റ്റോക്ക് ഉണ്ടെങ്കിൽ നമ്മൾ അപ്പം തന്നെ കൊടുക്കാൻ പറ്റും, അല്ലെങ്കിൽ ഒരു 1 വീക്ക് അല്ലെങ്കിൽ 10 ഡേയ്സിൽ നമുക്ക് ഡെലിവറി കൊടുക്കും. ഇത് മെക്മാർക്കിൻ്റെ കൊപ്ര കട്ടറാണ്. നമുക്ക് ഒരു മണിക്കൂറിൽ 150 മുതൽ 200 വില വരെ കട്ട് ചെയ്യാൻ പറ്റിയ ഒരു കൊപ്ര കട്ടറാണിത്. നമുക്കിത് വരുന്നത് 2 HP മോട്ടറാണ്. നമുക്കിത് കസ്റ്റമർ ആവശ്യത്തിനനുസരിച്ച് സിംഗിൾ ഫേസ് അല്ലെ 3 ഫേസ് ഏത് മോട്ടർ വേണമെങ്കിൽ കൊടുക്കാം. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ ഇത് ഒരു ഹെവി മെഷീനാണ്. ഏകദേശം ഒരു 90 കിലോളം വെയിറ്റ് വരുന്നൊരു മെഷീനാണ്. പിന്നെ ഇതിൻ്റെ ഈ ഒരു സൈഡിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുക കൊപ്ര ഉള്ളിലേക്ക് കൊടുക്കുന്നത്. ഈ ഡോർ ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ഇതിലെന്ത് ചെയ്യുക കൊപ്ര സ്റ്റോർ ചെയ്യാം. എന്നിട്ട് ഒരേ സമയം ഒരു 3-4 പീസ് ഒരുമിച്ച് ഉള്ളിലേക്ക് സ്പീഡിൽ കൊടുക്കാൻ പറ്റും. നമ്മൾ എത്ര സ്പീഡിൽ ഉള്ളിലേക്ക് തള്ളണോ അത്രയും സ്പീഡിൽ കട്ടായിട്ട് എന്ത് ചെയ്യും ഇവിടെ കൊട്ട വെച്ച് കഴിഞ്ഞാൽ ഇതിലേക്ക് കട്ട് ചെയ്ത് വീർന്നായിരിക്കും. സത്യം പറഞ്ഞാൽ ഇത് നമ്മുടെ ഒരു അപ്ഡേഷൻ വേർഷൻ കൂടിയാണ് വരുന്നത്. അപ്ഡേഷൻ മോഡലാണ്. ആദ്യത്തെ മോഡൽ എന്ന് പറഞ്ഞാൽ കൊപ്ര കട്ടറാകുമ്പോൾ അത്യാവശ്യം ജെർക്കിങ് ഉണ്ടാവും. ചെറിയ ജെർക്കിങ്ങിലാണ് വർക്ക് ചെയ്യാം. അപ്പോൾ ജെർക്കിങ് ഉണ്ടെങ്കിൽ ഈ കൊപ്ര പെട്ടെന്ന് താഴോട്ട് ഒന്ന് ഊർന്ന് വിഗുള്ളൂ. അപ്പം ആദ്യത്തെ മോഡലൊക്കെ ഫൗണ്ടേഷൻ വേണമായിരുന്നു, കോൺക്രീറ്റ് ചെയ്ത് ഞാൻ നിലത്ത് ഉറപ്പിക്കണമായിരുന്നു. ഇപ്പോഴത്തെ മോഡൽ പറഞ്ഞാൽ ഇതിൻ്റെ ആവശ്യമില്ല. നമുക്ക് ടൈലിട്ട ഫ്ലോറിലും അങ്ങനെ തന്നെ കൊണ്ടുപോയി വെക്കാം. ചെറിയ ജെർക്കിങ് ഉണ്ടെങ്കിലും അത് അനങ്ങാതെ തന്നെ അവിടെ നിൽക്കും. അതായത് സിമ്പിളായിട്ട് നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് മാറ്റണമെങ്കിൽ പോലും നമുക്ക് സാധിക്കും, സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. അതായത് മെഷീൻ അത്യാവശ്യം വെയിറ്റും അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു സിസ്റ്റം ഇതുപോലെ ഇങ്ങനെ ആയതുകൊണ്ട് മെഷീൻ അനങ്ങാതെ തന്നെ എന്ത് ചെയ്യും അവിടെ തന്നെ നിൽക്കും. ജെർക്കിങ്ങിൽ ഉണ്ടെങ്കിലും ആ ജെർക്കിങ് തന്നെ അവിടെ നിൽക്കും മെഷീൻ. ഇത് 2 HP മോട്ടറിൽ തന്നെ വരുന്ന മിനി കൊപ്ര കട്ടറാണ്. ഇതിൽ നമുക്ക് ഏകദേശം ഒരു മണിക്കൂറിൽ ഒരു 40 കിലോ ആണ് കട്ടിങ് പറ്റുക. നമ്മൾ മുമ്പ് കണ്ടിരുന്നു ഹെവി ഡ്യൂട്ടി കൊപ്ര കട്ടർ, അതിൻ്റെ ലൈറ്റ് ഡ്യൂട്ടിയാണ് കുറച്ച് പ്രൈസ് കുറഞ്ഞിട്ടുള്ളൊരു മോഡലാണ്.
അതായത് അത്രയും ബഡ്ജറ്റ് കൊടുത്ത് വാങ്ങാനില്ലാത്തവർക്ക് യൂസ് ചെയ്യാൻ പറ്റിയതാണല്ലോ. അതെ, ചെറിയ പർപ്പസും അത്രയും ബഡ്ജറ്റ് ഇല്ലാത്തവർക്കും പിന്നെ വളരെ ചെറിയ ആവശ്യക്കാരായ യൂസ് വരണമെങ്കിലൊക്കെ വാങ്ങാൻ പറ്റിയ, അതുപോലെ തന്നെ സ്പേസും ചെറിയ സ്പേസുകളിലെങ്കിലൊക്കെ വാങ്ങാൻ പറ്റിയ മെഷീനാണ്. പക്ഷേങ്കിൽ രണ്ടും ക്വാളിറ്റിയിൽ വലിയ ഡിഫറൻസ് ഉണ്ട്. കുറച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു മെഷീനാണ്. ഇതിന്റെ കോസ്റ്റ് ഒക്കെ എങ്ങനെ വരുന്നത്? 26,000 രൂപ ടാക്സ് ഉൾപ്പെടെ. 4 ട്രേ കപ്പാസിറ്റി വരുന്ന ഒരു ഇലക്ട്രിക് ഡ്രയറാണ്. അത് വളരെ മിനിയാണ്, ചെറിയ ഡ്രയർ. നമുക്ക് ഈ മോഡൽ വരുന്നത് 3 മോഡലുണ്ട് ഈ ഒരു ടൈപ്പ്. നമുക്ക് ഫസ്റ്റ് മോഡൽ വരുന്നത് 3 ട്രേ ആണ് നമ്മൾ ഫസ്റ്റ് മോഡൽ. ഇത് അതിൻ്റെ തൊട്ട് മേലുള്ള അടുത്ത സൈസാണ്. ഇതിൽ 4 ട്രേ ഉണ്ടാവും. 4 ട്രേ. ഇതിന്റെ ചെറുത് ഇനി ഉണ്ടല്ലേ? 3 ട്രേ ഉണ്ട്. ഇത് അതിൻ്റെ 4 ട്രേ. ഇത് കഴിഞ്ഞാൽ ഇതേ മോഡൽ തന്നെ ഇതിൻ്റെ 5 ട്രേ ഉണ്ട്. നമുക്ക് ഇതിൻ്റെ ഒരു ട്രേ സൈസ് എന്ന് പറയുന്നത് 1.5 അടി നീളം 1 അടി വീതിയാണ് വരിക. ഉപയോഗിച്ച മെറ്റീരിയൽ എന്താ? ഇത് ജി ആണ്. ജി വിത്ത് അലൂമിനിയം, കോണ്ടാക്ട് ഏരിയ അലൂമിനിയം. ഇതേ ഡ്രയറിൽ തന്നെ നമുക്ക് എന്താണ് ഫുൾ SS അവൈലബിൾ ആണ് 304. അത് ട്രേ SS ആയിരിക്കും. അതുപോലെ തന്നെ ബോഡിയും ഇന്നർ ബോഡി ഔട്ടർ ബോഡി ഏത് കസ്റ്റമറെ ആവശ്യത്തിനനുസരിച്ച് SS എങ്ങനെയാണ് ചെയ്യേണ്ടത് ആ രീതിയിൽ SS-ലും ചെയ്ത് കൊടുക്കും. ഇതിപ്പോൾ സത്യം പറഞ്ഞാൽ നമുക്ക് വീട്ടാവശ്യത്തിനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയൊരു. അതെ, ഇത് ഏറ്റവും കൂടുതൽ വീട്ടാവശ്യത്തിനാണ് ഈ മെഷീൻ ഉപയോഗിക്കുന്നത്. അതായത് ജാതി കർഷകർ, അതായത് വീട്ടിൽ ജാതിക്ക, കൊക്കോ ഇതുപോലുള്ള കാർഷിക ഉൽപ്പന്നങ്ങളുള്ളവർക്ക് വളരെ ഈസി ആയിട്ട് അവരെ ഉൽപ്പന്നങ്ങൾ ഉണക്കിയെടുക്കാൻ പറ്റിയൊരു മെഷീനാണ്. മഴക്കാലത്തൊക്കെ വളരെ ഈസി ആയിട്ട്. ഇതിൻ്റെ കോസ്റ്റ് എങ്ങനെ വരുന്നത്? ഈ ഒരു മെഷീന് വരിക 26,000 രൂപയാണ് കോസ്റ്റ് വരുന്നത്. ഞങ്ങൾക്ക് പാർസൽ വഴി എന്ത് ചെയ്യാം, ഏത് സ്ഥലത്തേക്ക് വേണമെങ്കിൽ കേരളത്തിലും അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ എവിടെ വേണമെങ്കിലും പേക്ക് ചെയ്തിട്ട് അയച്ചു കൊടുക്കാനും പറ്റും. ഇത് കാരണം ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റി ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ളത്, നമ്മൾ ഏറ്റവും നല്ല ക്വാളിറ്റിയിലായി മെഷീൻ ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ ഇലക്ട്രിക്കൽ പാർട്സുകളാണെങ്കിലും ഇതിൻ്റെ ബോഡി ആണെങ്കിലും ഒക്കെ ഏറ്റവും നല്ല ഹെവി, അതായത് അവർക്ക് മാക്സിമം ലൈഫ് ടൈം തന്നെ ഈട് നിൽക്കുന്ന തരത്തിലുള്ള ക്വാളിറ്റിയിലാണ് മെഷീൻ നിർമ്മിച്ചത്. ഇതാണ് മെക്മാർക്കിൻ്റെ ഗ്യാസ് റോസ്റ്റർ. ഇത് നമുക്ക് 2 ടൈപ്പ് അവൈലബിൾ ആണ്. ഒന്ന് 25 കിലോ കപ്പാസിറ്റി വരുന്നതും മറ്റൊന്ന് 15 കിലോൻ്റെ. ഇപ്പോൾ ഇവിടെ ഉള്ള 2 മോഡലും 15 കിലോൻ്റെ മോഡലാണ്. ഇതിൻ്റെ ഡിസ്ചാർജ് വരുന്നത് സൈഡ് ഡിസ്ചാർജാണ്. പൊടി വരുന്നത് സൈഡിലേക്കാണ് ഇതിൻ്റെ പൊടി പുറത്തേക്ക് വരിക. പിന്നെ ഇതിൻ്റെ ചൂടിന് വേണ്ടി കൊടുക്കുന്നത് LPG ഗ്യാസാണ് കൊടുക്കുന്നത്. പിന്നെ റൊട്ടേഷന് വേണ്ടി 1/2 HP മോട്ടറിലാണ് ഇത് റൊട്ടേഷൻ വരുന്നത്, ഇതിൻ്റെ പൊടി ഇളകാൻ വേണ്ടിയില്ല. പിന്നെ ഇതിൻ്റെ പോർഷൻ എന്ന് പറഞ്ഞാൽ ഇത് അലൂമിനിയം ഉരുളി, അതുപോലെ തന്നെ ബാക്കിയുള്ള കോണ്ടാക്ട് ഏരിയ എല്ലാം SS. അങ്ങനെയാണ് ഇതിൻ്റെ നിർമ്മാണം വരുന്നത്. നമുക്കിതിൻ്റെ കോസ്റ്റ് ഇപ്പം എങ്ങനെ വരുന്നത്? ഇത് കോസ്റ്റ് വരുന്നത് 43 + GST ആണ് ഇതിൻ്റെ കോസ്റ്റ് വരിക. മുമ്പ് നമ്മൾ 4 ട്രേ കണ്ടിരുന്നു, അതിൻ്റെ ചെറിയ മോഡൽ 3 ട്രേ. ഇതാണ് ഏറ്റവും ചെറുത് വരുന്നത്. ഏറ്റവും ചെറിയ മോഡൽ ഇതാണ് വരുന്നത്. ഇതിന് കോസ്റ്റ് എങ്ങനെ പറഞ്ഞത്? ഇത് വരുന്നത് 21,000 ആണ് വരുന്നത് ടാക്സ് ഉൾപ്പെടെ. ഫുള്ളി ഓട്ടോമാറ്റിക് ആണ്. ടെമ്പറേച്ചർ കൺട്രോളിങ് അതുപോലെ തന്നെ ടൈമർ കൺട്രോളിങ് എല്ലാ സിസ്റ്റം ഉള്ളതാണ്. പിന്നെ ഏകദേശം ഒരു 24 കിലോഗ്രാം വെയിറ്റ് വരുന്നൊരു മോഡലാണ്. പിന്നെ അതിൻ്റെ വലിയൊരു മോഡലാണിത് 12 ട്രേ, 12 ട്രേ. അത് കൂടുതൽ മില്ലുകാരാണ് കൊണ്ടുവന്നത്. ഇതിൽ നമുക്ക് ഏകദേശം നാളികേരാണെങ്കിൽ ഒരു 190 നാളികേരം വരെ ഒരേ സമയം ഉണക്കാൻ പറ്റും. പിന്നെ അതിൻ്റെ ഡബിൾ സൈസ് വരുന്നത് 24 ട്രേ. ഇതിലാണെങ്കിൽ ഒരു 380 നാളികേരം വരെ ഒരേ സമയം ഉണക്കാം. ഒറ്റ സമയത്ത് നമുക്ക് ഉണക്കാറില്ല. ഉണക്കാം. നാളികേരത്തിന്റെ കണക്ക് പറഞ്ഞ ഏറ്റവും പറയാൻ സുഖമായതുകൊണ്ടാണ് ആ കണക്ക് വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. എല്ലാ സാധനങ്ങളും കൊക്ക ഉണക്കാം, ജാതി ഉണക്കാം, പിന്നെ കൊടംപുളി എല്ലാ ഐറ്റംസും, മുളക്, മല്ലി എല്ലാം വാഷ് ചെയ്ത് ഉണക്കുന്ന എല്ലാ സാധനങ്ങളും വാഷ് ചെയ്ത് ഉണക്കാൻ പറ്റും. ഫ്രൂട്ട്സ്, വെജിറ്റബിൾ അങ്ങനെയുള്ള എല്ലാ തരം സാധനങ്ങളും ഉണക്കാൻ പറ്റും. പിന്നെ മീൻ, ഫിഷൊക്കെ ഉണക്കുന്നവർക്ക് എന്ത് ചെയ്യാം, മെറ്റീരിയൽ മാറ്റണം, SS-ലേക്ക് മാറണം. 2 ട്രേയും നമ്മളെ കയ്യിലുണ്ട്. മെറ്റീരിയൽ ഏത് വേണമെങ്കിലും നമുക്ക് അവൈലബിൾ ആണ്. കസ്റ്റമർ പറയുന്ന മെറ്റീരിയൽ നമ്മൾ ചെയ്ത് കൊടുക്കും. ബോഡി അതുപോലെ തന്നെ ട്രേ ഒക്കെ. അതായത് അവരുടെ ഇഷ്ടത്തിന്, അവരുടെ പർപ്പസ് എന്താണോ അതിനനുസരിച്ചാണ് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്, ഡിസൈൻ ചെയ്ത് കൊടുക്കും. അപ്പോൾ മെഷീൻ തന്നെ മൊത്തത്തിൽ അതിൻ്റെ ഡിസൈൻ തന്നെ അവരെ പുതിയൊരു പർപ്പസ് ആണെങ്കിൽ നമ്മൾ എടുത്ത് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമ്മൾ ഡിസൈൻ ചെയ്ത് കൊടുക്കും. നമ്മൾ പല രീതിയിൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഫിൽറ്ററിൻ്റെ ക്ലോത്ത് ഉണക്കാൻ വേണ്ടിയിട്ട്, പിന്നെ പല കമ്പനികളും പല പ്രൊഡക്റ്റും അവർക്ക് വേണ്ട രീതിയിൽ കസ്റ്റമൈസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡ്രയർ നിർമ്മിച്ചു കൊടുക്കും. അതായത് ഫുൾ മാനുഫാക്ചറിംഗ് നമ്മളിവിടെ തന്നെയാണ്. അതെ. ഇത് 28 ട്രേ കപ്പാസിറ്റി വരുന്ന ഒരു മോഡലാണ്. ഒരേ സമയം നമുക്ക് എന്ത് ചെയ്യാം, 450 നാളികേരം വരെ ഉണക്കാൻ പറ്റും. ഇതിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ ഇതിൽ ഡബിൾ ഡോറാണ്. ഡബിൾ ഡോർ എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, 2 പോർഷനായിട്ട് ഉപയോഗിക്കാൻ പറ്റും. നമുക്ക് 2 ടൈപ്പ് സാധനം ഉണ്ട്. മുളക്, മല്ലി ഉണക്കാണ്ട്, കൊപ്ര ഉണക്കാണ്ട്, അങ്ങനെ 2 വെറൈറ്റി സാധനം ഉണ്ടെങ്കിൽ 2 സെക്ഷനിലായിട്ട് ഉണക്കാൻ പറ്റും. ഇതിന് വേറെ കൺട്രോൾ സിസ്റ്റം ഉണ്ട്, ഈ ഭാഗത്തിന് വേറെ കൺട്രോൾ സിസ്റ്റം ഉണ്ട്. ഇതിലെല്ലാ സിസ്റ്റം രണ്ടായിട്ട് ചെയ്യാം. ഒരു ഭാഗം ആവശ്യമില്ലെങ്കിൽ ഓഫ് ചെയ്ത് വെക്കാൻ പറ്റും. ക്വാണ്ടിറ്റി കുറവാണെങ്കിൽ നമുക്ക് ഒരു സൈഡ് മാത്രം ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ഇലക്ട്രിസിറ്റി സേവ് ചെയ്യാൻ പറ്റും.
ഇതിൽ തന്നെ ഓരോ സൈഡിലും ടെമ്പറേച്ചർ കൺട്രോളിങ്ങും അതുപോലെ തന്നെ മെഷീൻ്റെ ടൈമിംഗ് കൺട്രോളിങ്ങും എല്ലാം ഉണ്ട്. ഇപ്പം ഈ സൈഡിൽ 14 ട്രേ ആണ് വരുന്നത്. 14 ട്രേയിൽ ഈ സൈഡിലും 14 ട്രേ. ഇത് രണ്ട് സൈഡിൽ വരുന്ന ട്രേ വ്യത്യാസമുണ്ട്. ഇതിൽ GI വിത്ത് അലൂമിനിയം, ഇത് സ്ട്രക്ചർ GIയും കോൺടാക്ട് ഏരിയ അലൂമിനിയം വരുന്ന ട്രേ ആണ്. ഇത് കുറച്ചുകൂടി കോസ്റ്റ് കുറഞ്ഞ ടൈപ്പ് ട്രേ ആണ്. ഇത് അതിൻ്റെ SS 304 ഗ്രേഡിൽ വരുന്ന ട്രേ ആണ്. ഇത് വരുന്ന 2mm ഹോളാണ്. മെറ്റീരിയൽ SS 304 ആണ്. ഇപ്പോൾ ഫിഷ് ഉണക്കാൻ അതുപോലെ തന്നെ ഉപ്പ് രസമുള്ള സാധനങ്ങളൊക്കെ ഉണക്കാനാണെങ്കിൽ എപ്പോഴും നല്ലത് 304 ഗ്രേഡിലുള്ള SS ആണ് നല്ലത്. അതുപോലെ തന്നെ വെജിറ്റബിൾ ഫ്രൂട്ട്സ് ഇതെല്ലാം ചെയ്യാൻ എപ്പോഴും നല്ലത് 304 ആണ്. പിന്നെ കുറച്ച് കോസ്റ്റ് കുറച്ചെടുക്കേണ്ടവർക്കാണെങ്കിൽ എന്ത് ചെയ്യാം, GIയിലേക്ക് മാറിക്കഴിഞ്ഞാൽ കുറച്ച് കോസ്റ്റ് കുറച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, മെഷീൻ വാങ്ങാൻ പറ്റും. ഇതിനിപ്പോൾ കോസ്റ്റ് എത്ര വരുന്നത്? ഈ ഒരു മെഷീന് നമുക്ക് GI ട്രേ വെച്ച് ചെയ്യുകയാണെങ്കിൽ ഏകദേശം 1,15,000 രൂപയാണ് ടാക്സ് ഉൾപ്പെടെ വരുന്ന പ്രൈസ് വരുന്നത്. 1500 നാളികേരത്തിൻ്റെ ആണ്. ഇതിൽ പിന്നെ ഏകദേശം നാളികേര കപ്പാസിറ്റി നമ്മളൊരു കപ്പാസിറ്റി ഏകദേശം മനസ്സിലാൻ വേണ്ടി പറയുന്നതാണ്. 1500 നാളികേരമാണ് ഇതിൽ ഒരു ട്രിപ്പിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുക. നാളികേര പർപ്പസിനാണെങ്കിൽ ഇത് പല പർപ്പസിന് കൊണ്ടുപോകുന്നുണ്ട്. പല പർപ്പസ് പറയുമ്പോൾ നമുക്കിത് പാക്ക് ആവശ്യത്തിനുള്ള അടക്ക, അതായത് അടക്ക പുഴുങ്ങിയിട്ട് ഉണക്കലുണ്ട്. ആ ഒരു പർപ്പസിനാണ് ഏറ്റവും കൂടുതൽ ഈ ഡ്രയർ കൊണ്ടുപോകുന്നത്. അത് കർണാടക ഭാഗത്തേക്കാണ് ഏറ്റവും കൂടുതൽ ഈ ഡ്രയർ പോകുന്നത്. ഉൾഭാഗം എത്ര അത്യാവശ്യം സൈസ് ഉണ്ടാവില്ലേ? ഇത് അത്യാവശ്യം സൈസ് ഉണ്ട്. ഇത് 4 അടി ലെങ്ത് വരുന്ന ട്രേയും 2 അടി വീതി വരുന്ന ട്രേ ആണ് വരുന്നത്. 4x2 ആണ് ഇത് സൈസാണ്. അങ്ങനത്തെ 30 ട്രേ ആണ് ഇതിൽ വരിക. അപ്പം പിന്നെ അടുത്തൊരു മോഡലാണ് 1000 നാളികേരം കപ്പാസിറ്റി. ഇതിൽ 30 ട്രേ തന്നെ, പക്ഷേങ്കിൽ ഇതിൻ്റെ ട്രേ ലെങ്ത്ത് 3 അടി, അതുപോലെ തന്നെ ട്രേൻ്റെ വിടുത്ത് 2 അടി, അതാണ് ഇതിൻ്റെ സൈസ് വരിക. അങ്ങനത്തെ 30 ട്രേ ആണ് ഇതിൽ വരുന്നത്. ഇതിൻ്റെ അടുത്ത സൈസ് വരുന്നുണ്ട് 45 ട്രേ വരുന്നതുണ്ട്, അതുപോലെ തന്നെ 22 ട്രേ വരുന്നത്. നമ്മുടെ വീഡിയോന്റെ തുടക്കത്തിലിട്ട സംഭവങ്ങൾ മൊത്തമായിട്ട് ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ടല്ലേ? അതെ. ഇത് നമുക്ക് ഇതിൽ കൊപ്രായിരുന്നു നമ്മൾ ഫില്ല് ചെയ്തിരുന്നത്. അതിപ്പോൾ നമുക്ക് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഓയിൽ വരുന്നത്. പിന്നെ അതിൻ്റെ കേക്ക് ഇതാണ് വരുന്നത്. നമുക്ക് ഈ ഒരു സംരംഭം തുടങ്ങണം എന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര കോസ്റ്റ് നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടി വരും? നമുക്ക് ഇതുപോലത്തെ അത്യാവശ്യം നല്ല മെഷീൻ തന്നെ വെച്ച് ചെയ്യാനാണെങ്കിൽ നമുക്ക് 3HP ഓയിൽ പ്രസ് മെഷീൻ എന്ന് പറഞ്ഞാൽ ഇത് അത്യാവശ്യം നല്ല ഏറ്റവും നല്ല ക്വാളിറ്റിയിൽ വരുന്ന ഒരു മെഷീനാണ് ഈ ഒരു ലെവലിൽ വരുന്നത്. നമുക്ക് ഇതിൻ്റെ 2HP ഉണ്ട്. പക്ഷേ 2HP നമ്മൾ കൊപ്രൊക്കെ ആകുമ്പോൾ അത്ര നമ്മൾ സപ്പോർട്ട് ചെയ്യാറില്ല. 3HP ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. ഇതാണ് ഏറ്റവും നല്ല മെഷീൻ വരുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ ഒരു നല്ല 3HP ഓയിൽ പ്രസ് മെഷീൻ, അതുപോലെ തന്നെ ഒരു ഹെവി ഡ്യൂട്ടി കൊപ്ര കട്ടർ, അതുപോലെ തന്നെ ഒരു ഡ്രയർ, ഇലക്ട്രിക് ഡ്രയർ, ഇത് രണ്ടും കൂടിയൊക്കെ വെച്ചിട്ട് ചെയ്യുമ്പോൾ നമുക്ക് സ്റ്റാർട്ടിങ് ഒരു 2,60,000 രൂപ മുതൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. 2,60,000 രൂപേൻ്റെ മുതലോട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഡ്രയർ വലുതാക്കുന്നതനുസരിച്ച് ഒരു 3 lakh ആ റേഞ്ചിലേക്ക് വരും. ഒരു 2,60,000 നോർമൽ ഒരു സംരംഭം ചെറിയ രീതിയിൽ തുടങ്ങാൻ വേണ്ടി വേണ്ടത് പിന്നെ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. നമുക്ക് ഇതിന് സബ്സിഡി എന്തെങ്കിലും പ്രൊവൈഡ് ചെയ്യാൻ കഴിയും? ഇതിന് ഗവൺമെൻറ് നല്ല സപ്പോർട്ട് ഉണ്ട്. ഇപ്പം ഇതുപോലെ തന്നെ ഈ ഫുഡ് പ്രോസസ്സിങ് മെഷീനറീസിനെല്ലാം നല്ല സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് 90% ലോണും അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഇതിന് ലോണിന് നമുക്ക് സബ്സിഡിയും അവൈലബിൾ ആണ്. അതായത് 35% നമുക്ക് സബ്സിഡിയും അവൈലബിൾ ആണ്. ഇതാണ് മെക്മാർക്കിൻ്റെ ഗ്യാസ് റോസ്റ്റർ. ഇത് നമുക്ക് 2 ടൈപ്പ് അവൈലബിൾ ആണ്. ഒന്ന് 25 കിലോ കപ്പാസിറ്റി വരുന്നതും മറ്റൊന്ന് 15 കിലോൻ്റെ. ഇപ്പോൾ ഇവിടെയുള്ള 2 മോഡലും 15 കിലോൻ്റെ മോഡലാണ്. ഇതിൻ്റെ ഡിസ്ചാർജ് വരുന്നത് സൈഡ് ഡിസ്ചാർജാണ്. പൊടി വരുന്നത് സൈഡിലേക്കാണ് ഇതിൻ്റെ പൊടി പുറത്തേക്ക് വരിക. പിന്നെ ഇതിൻ്റെ ചൂടിന് വേണ്ടി കൊടുക്കുന്നത് LPG ഗ്യാസാണ് കൊടുക്കുന്നത്. പിന്നെ റൊട്ടേഷന് വേണ്ടി 1/2 HP മോട്ടറിലാണ് ഇത് റൊട്ടേഷൻ വരുന്നത്, ഇതിൻ്റെ പൊടി ഇളകാൻ വേണ്ടിയില്ല. പിന്നെ ഇതിൻ്റെ പോർഷൻ എന്ന് പറഞ്ഞാൽ ഇത് അലൂമിനിയം ഉരുളി, അതുപോലെ തന്നെ ബാക്കിയുള്ള കോണ്ടാക്ട് ഏരിയ എല്ലാം SS. അങ്ങനെയാണ് ഇതിൻ്റെ നിർമ്മാണം വരുന്നത്. നമുക്കിതിൻ്റെ കോസ്റ്റ് ഇപ്പം എങ്ങനെ വരുന്നത്? ഇത് കോസ്റ്റ് വരുന്നത് 43 + GST ആണ് ഇതിൻ്റെ കോസ്റ്റ് വരിക. ഇത് മെക്മാർക്കിൻ്റെ ബൾക്ക് ടൈപ്പ് ഇലക്ട്രിക് ഡ്രയറാണ്. ഇത് ഏകദേശം 1500 നാളികേരം ഒരേ സമയം കൂട്ടിയിട്ട് ഉണക്കാൻ പറ്റിയൊരു ടൈപ്പ് ഡ്രയറാണ്. 1500 നാളികേരം. നമ്മളിത് 2 മോഡൽ ഉണ്ടാക്കുന്നത്, ഒന്ന് 900 നാളികേരത്തിലും അതുപോലെ തന്നെ 1500 നാളികേരത്തിലും. ഇതിൻ്റെ കൂടുതലും ആവശ്യക്കാരെന്ന് പറയുന്നത് ഓയിൽ മില്ലുകാരാണ്. കൂടുതലായിട്ട് കൊപ്ര ഒരേ സമയം ഉണക്കാൻ വേണ്ടി ആവശ്യമുള്ളവർ. ഇത് വളരെ സിമ്പിൾ പ്രോസസ്സാണ്. നമ്മൾ ആദ്യകാലങ്ങളിൽ ഫയർവുഡിലായിരുന്നു കൂടുതലും കൊപ്ര ഉണക്കിക്കൊണ്ടിരുന്നത്. ഇതാകുമ്പോൾ ഫയർവുഡിനെ അപേക്ഷിച്ച് നമുക്ക് ലേബർ കോസ്റ്റ് വളരെ കുറവായിരിക്കും. വളരെ സിമ്പിളാണ്, വളരെ ഫാസ്റ്റ് ഡ്രൈയിങ് ആണ് വരിക. ജസ്റ്റ് ഇതിലേക്ക് എന്ത് ചെയ്താൽ മതി, ഫുള്ളായിട്ട് കൊപ്ര കൊണ്ടുവന്ന് നമുക്ക് ഫുള്ളായിട്ട് ഈ ഡോർ ലെവലിൽ ഫുള്ളായിട്ട് നിറച്ച് കൊടുത്താൽ മതി നാളികേരം. നമുക്ക് വേറെ ഒന്നും ചെയ്യേണ്ടിയില്ല. മറ്റേ ട്രേ ടൈപ്പ് ഡ്രയർ ആകുമ്പോൾ നാളികേരം ഓരോ ട്രേയിലും എടുത്ത് പെറുക്കി വെച്ച് അടുക്കി വെക്കണം. ഇത് അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് എന്ത് ചെയ്യാം, കൊട്ടയോട് കൂടി എന്ത് ചെയ്യാം, ഫുള്ളായിട്ട്
ഉള്ളിലേക്ക് ഡബ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ നമുക്ക് ഉണങ്ങിക്കഴിഞ്ഞൊക്കെ എന്ത് ചെയ്യാം, അടിയിലൊരു പായ വിരിച്ചിട്ട് നമുക്ക് പുറത്തേക്ക് തന്നെ എന്ത് ചെയ്യാം, വടിച്ച് പുറത്തേക്ക് എടുത്ത് ഇവിടുന്ന് തന്നെ നമുക്ക് ഇളക്കി മാറ്റി വീണ്ടും ജസ്റ്റ് സെറ്റിങ് എന്ത് ചെയ്യാം ഇവിടെ തന്നെ ചെയ്യാനും പറ്റും. അപ്പോൾ ഇതിനൊക്കെ എങ്ങനെ കോസ്റ്റ് വരുന്നത്? ഇത് നമുക്ക് ഏകദേശം പിന്നെ 1,60,000 അതുപോലെ തന്നെ 2 lakh ആ പ്രൈസിലാണ് നമുക്ക് ഇതിൻ്റെ കോസ്റ്റ് വരുന്നത്. ഫുള്ള് GI ബോഡിയാണ്, അതായത് ഹെവി ബോഡിയാണ് വരുന്നത്. നോർമൽ ബോഡി അല്ല, ഇത് കുറച്ചും കൂടി ബൾക്ക് ടൈപ്പ് ആൻഡ് റഫായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റിയ രീതിയിലുള്ള ബോഡിയാണ് വരുന്നത്. പിന്നെ 2 മെഷീൻ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, വീല് കൊടുക്കുന്നുണ്ട്. കുറച്ച് വെയിറ്റ് ഉള്ളതുകൊണ്ട് നമുക്ക് റൂമിൻ്റെ ഉള്ളിൽ നിന്ന് അങ്ങോട്ടും അങ്ങോട്ടും നീക്കി വെക്കണമെങ്കിലൊക്കെ ഈസി ആയിട്ട് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വീലും ഇതിൽ നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ ഇവിടെ തന്നെ ഫുള്ളായിട്ട് മാനുഫാക്ചർ ചെയ്യുന്നതല്ലേ? അതെ അതെ അതെ. ഇപ്പോൾ ഇതിൻ്റെ മാനുഫാക്ചറിങ് യൂണിറ്റിലാണ് ഉള്ളത്. ഇത് രണ്ടിപ്പം 1500 നാളികേരത്തിൻ്റെ 2 ഡ്രയറാണ്. ഇത് രണ്ടും ഒരേ പാർട്ടിക്ക് ഒരേ മില്ലിലേക്ക് പോകാനുള്ള ഡ്രയറാണ്. ഇത് നമ്മൾ ഇപ്പം റെഡി സ്റ്റോക്ക് ഉണ്ടാവും, അത് ഓർഡറിനനുസരിച്ചാണോ ചെയ്യുന്നത്? ഇതൊന്നും റെഡി സ്റ്റോക്ക് അവൈലബിൾ ആയിരിക്കില്ല. ചില സമയത്ത് ഉണ്ടാവും, ഓഫ് സീസണിൽ ഉണ്ടാവും, പക്ഷേ സീസണിൽ ഒരിക്കലും റെഡി സ്റ്റോക്ക് അവൈലബിൾ ആയിരിക്കില്ല. ഇത് ഇത്രയും സൈസ് വരുന്നതായതുകൊണ്ട് നമുക്ക് റെഡി സ്റ്റോക്ക് ചെയ്യാൻ പറ്റില്ല. പിന്നെ പറഞ്ഞാൽ ഇതെല്ലാം ഓർഡർ ഇട്ട് കഴിഞ്ഞാൽ ഏകദേശം 1 month ആണ് ഇത് ഡെലിവറി ടൈം വരിക. ഓക്കെ, അതായത് ഈ ഹെവി സാധനങ്ങൾ മാത്രം, മറ്റേതൊക്കെ ഏതാണ്ട് ചെറിയ മെഷീൻസ് എല്ലാം സ്റ്റോക്ക് ഉണ്ടാവും. വലിയ മെഷീൻസ് ഒന്നും റെഡി സ്റ്റോക്ക് ഉണ്ടാവില്ല, ഓർഡർ ഗസ്റ്റാണ് നമ്മൾ പ്രൊഡക്ഷൻ ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം ഇതിൻ്റെ പ്രൊഡക്ഷനിലാണ്. നമുക്ക് ഇതിൽ ഉപയോഗിക്കുന്നത് ഇത്രയും ഹെവി ആയിട്ടുള്ള മെറ്റീരിയലാണ് ഉപയോഗിക്കുന്നത്. ബോഡി നല്ല ഹെവി ബോഡി ആയിരിക്കും, നമുക്ക് റഫായിട്ട് കൈകാര്യം ചെയ്താലും ഒന്നും സംഭവിക്കാത്ത. പിന്നെ നമുക്ക് ഇതിൽ ഉപയോഗിക്കുന്ന ഷീറ്റെല്ലാം JSW അല്ലെങ്കിൽ ടാറ്റ കമ്പനീൻ്റെ ഷീറ്റാണ് നമ്മൾ ഇതിൽ ഉപയോഗിക്കുന്ന എല്ലാ ഷീറ്റും. എല്ലാം GI ഷീറ്റാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ മുകളിൽ നമുക്ക് സ്പ്രേ പെയിൻറ്റിങ്ങും വരുന്നുണ്ട്. അതായത് അത്രയും നമ്മൾ ക്വാളിറ്റി ശ്രദ്ധിച്ചാണ് ഉണ്ടാക്കുന്നത്. പിന്നെ നമുക്ക് ഇതിൻ്റെ വാറണ്ടി വരുന്നത് 1 year ആണ്. അതുപോലെ തന്നെ ഈ ഡ്രയർ ഉപയോഗിക്കുന്ന കാലത്തോളം നമ്മൾ മെക്മാർക്കിൻ്റെ സർവീസ് സപ്പോർട്ട് നമുക്ക് എവിടെ വേണമെങ്കിലും നമ്മൾ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൽ ഉപയോഗിക്കുന്ന എല്ലാ മെറ്റീരിയലും പറഞ്ഞാൽ ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ള മോട്ടറാണെങ്കിൽ ഹാവൽസ് ബ്രാൻഡിൻ്റെ മോട്ടറാണ്. സർവീസിന്റെ ആവശ്യം വരില്ല. സർവീസ് ഒരുവിധം സർവീസ് ഇല്ലാതെ കംപ്ലൈൻ്റ് ഒന്നും വരാത്ത രീതിയിലുള്ള പ്രൊഡക്ഷൻ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. ഏറ്റവും നല്ല ക്വാളിറ്റിയിലുള്ള ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ്സ് ആണ് എല്ലാ മെഷീനിലും നമ്മൾ ഉപയോഗിക്കുന്നത്. കൺട്രോൾ സിസ്റ്റങ്ങളാണെങ്കിൽ ഇലക്ട്രിക്കൽ ടെമ്പറേച്ചർ കൺട്രോൾ, ടൈമർ കൺട്രോൾ, ഇതെല്ലാം മെക്മാർക്കിൻ്റെ തന്നെ ഓൺ ബ്രാൻഡിൽ വരുന്ന സാധനങ്ങളാണ് ഉപയോഗിക്കുന്നത്. അതായത് ഇവിടെ തന്നെയാണ് ഇലക്ട്രോണിക് ബോർഡിൻ്റെ എല്ലാം മാനുഫാക്ചറിങ് വരുന്നത്. അതുകൊണ്ട് തന്നെ ബൈ ചാൻസിൽ എന്തെങ്കിലും സർവീസ് കാര്യങ്ങൾ വരികയാണെങ്കിൽ സ്പെയർസ് വളരെ ചെറിയ 4-1 പ്രൈസിന് പുറത്തുനിന്ന് വാങ്ങിയിട്ട് 4-1 പ്രൈസിൽ നമുക്ക് കൊടുക്കാനും പറ്റും.